ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്രോൺസ് വിഭവമാണ്. ഇത് നമുക്ക് സ്റ്റാർട്ടറായിട്ടോ അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ടോ കഴിക്കാം. നല്ല സോസിലൊക്കെ മുക്കി നല്ല ചൂടോടെ കഴിക്കാൻ നല്ലൊരു വിഭവമാണ് ഈ ബാറ്റർ ഫ്രൈഡ് പ്രോൺസ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ബാറ്റർ ഫ്രൈഡ് പ്രോൺസ് ഉണ്ടാക്കാം. ഈ ബാറ്റർ ഫ്രൈഡ് പ്രോൺസിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പ്രോൺസ് ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചെമ്മീനാണിത്. ഇതിൻ്റെ തലയും വാലും ഞാൻ അതേപോലെ നിർത്തിയിട്ടുണ്ട്. നല്ല ക്ലീൻ ചെയ്തിട്ടാണ് നിർത്തിയിരിക്കുന്നത്, കാരണം അത് നല്ല ടേസ്റ്റാണ്. പക്ഷെ അത് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ള കാര്യങ്ങൾ അധികമൊന്നുമില്ല. ഉപ്പ്, ഞാനിവിടെ 1 ടീസ്പൂൺ നിറയെ ഉപ്പ് എടുത്തിട്ടുണ്ട്, കാരണം ചെമ്മീനിൽ അധികം ഉപ്പ് വേണ്ട, പെട്ടെന്ന് ഉപ്പ് പിടിക്കും. അതുപോലെ 1.5 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി, അത് 2 ടീസ്പൂൺ വരെ ആയാലും കുഴപ്പമില്ല. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർക്കും. പിന്നെ കുരുമുളക് പൊടി 2.5 ടീസ്പൂൺ ഉണ്ട്. ഇത് 3 ടീസ്പൂൺ ഇല്ല, 2.5 ടീസ്പൂൺ കുരുമുളകുണ്ട്. കുരുമുളകിൻ്റെ ഫ്ലേവറാണ് കൂടുതൽ വേണ്ടത്. പിന്നെ ഇത് കസൂരി മേത്തിയാണ്, ഇതും 2 ടീസ്പൂൺ ഉണ്ട്. പിന്നെ നാരങ്ങ നീര്, ഒരു വലിയ നാരങ്ങയുടെ നീരാണിത്. ഇപ്പോൾ അത് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഈസിയാന്ന് മനസ്സിലായില്ലേ, കുറച്ച് പൊടികളല്ലേ ചേർക്കേണ്ടത്, നമുക്കൊന്നും വൃത്തിയാക്കി എടുക്കാനൊന്നുമില്ല. ചെമ്മീൻ വൃത്തിയാക്കണ ജോലിയുണ്ട്. ഇനി ഇത് നമ്മൾ നന്നായി മിക്സ് ചെയ്യണം. ഇത് കുറച്ച് നേരം അവിടെ ഇരിക്കണം, എന്നാലാണ് ഈ ഉപ്പും ചെറുനാരങ്ങ നീരൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ പെട്ടെന്ന് ഈ മസാലകളൊക്കെ ചെമ്മീനിൽ പിടിച്ച് ചെമ്മീൻ നല്ല ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു 20 മിനിറ്റോ 30 മിനിറ്റ് വരെ വെക്കാം. അത്രയും നല്ലതാണ്. ഇനി തിരക്കുള്ളവർ 10 മിനിറ്റെങ്കിലും വെക്കണം, അപ്പോഴേ ശരിക്കും ടേസ്റ്റിൽ ഇത് കഴിക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ബാറ്റർ ഫ്രൈഡ് പ്രോൺസ് ആണല്ലോ, അപ്പോൾ അതിന് വേണ്ട ബാറ്റർ തയ്യാറാക്കാം. ഇത് നമ്മൾ അരമണിക്കൂറിന് ശേഷം കേട്ടോ തയ്യാറാക്കുന്ന കാര്യം. തയ്യാറാക്കി ഉടനെ തന്നെ നമ്മൾ ചെമ്മീൻ വറുക്കുകയാണ്. ഇപ്പം ഞാനതിന് വേണ്ടിയിട്ട് 1 കപ്പ് നിറച്ചും മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 1/4 കപ്പ് അരിപ്പൊടി, വേണമെങ്കിൽ 1/4 കപ്പ് കോൺഫ്ലോർ കൂടെ ചേർക്കാം, പക്ഷെ ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതുപോലെ 1 ടീസ്പൂൺ ഏകദേശം ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ ആണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. ഇഡ്ഡലി മാവ്, ദോശമാവ് അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഈ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആ പാകമാണ് വേണ്ടത്, കാരണം ചെമ്മീനുമേ നല്ലൊരു കോട്ടിങ് വരണം. അതായത് ഇങ്ങനെ വെള്ളം പോലെ ആവരുത് ഈ ബാറ്റർ, അപ്പോൾ ചെമ്മീനുമേ അധികമൊന്നും പിടിക്കില്ല, അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് ചെമ്മീനിൽ ഇങ്ങനെ നല്ലൊരു കോട്ടിങ് വരണം. അപ്പം ഈ ചെമ്മീൻ നമ്മൾ കുറച്ച് മസാലകളൊക്കെ ചേർത്ത് അരമണിക്കൂർ വെച്ചിട്ടുള്ളത് കൊണ്ട് അതുമ്മേ എല്ലാം ചേർത്തുള്ള മസാലകളൊക്കെ പിടിച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഈ ബാറ്റർ നല്ല കട്ടിയിൽ മുകളിൽ പൊതിഞ്ഞാലാണ് അതിൻ്റെയും കൂടി ശരിയായ രുചി നമ്മളെ ചെമ്മീനും ബാറ്ററും കൂടിയിട്ട് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചൂടിൽ അത് വറുത്ത് കോരിയിട്ട് വെച്ചിട്ട് തണുത്ത് കഴിച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴിക്കണം. അപ്പോൾ കഴിക്കണ നേരത്തേക്ക് വറുത്താൽ മതി. നമുക്കിതെല്ലാം തയ്യാറാക്കി വെക്കാം, എന്നിട്ട് കഴിക്കണ നേരത്ത് വറുക്കാം. വറുക്കുമ്പോൾ അധികം സമയമൊന്നും വേണ്ടല്ലോ, പെട്ടെന്നാവും ചെമ്മീനല്ലേ. അപ്പോൾ നമ്മൾ ഈ പഴംപൊരി അങ്ങനെയൊക്കെ വറുക്കുന്ന പോലെ ഓരോ ചെമ്മീൻ എടുക്കുക, എന്നിട്ട് നമ്മൾ ഈ ബാറ്ററിൽ മുക്കിയിട്ട് അതിലിട്ട് കൊടുക്കുക. ഇത് ചെറിയ ചെമ്മീനായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ടേസ്റ്റൊക്കെ ഉണ്ടാകും. പക്ഷേ വലിയ ചെമ്മീനാകുമ്പോൾ നമുക്കിങ്ങനെ കഴിക്കാനുണ്ടാവും. മറ്റേത് പിന്നെ ബാറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ചെമ്മീൻ ചെറുതായിട്ട് ചെമ്മീൻ്റെ രുചിയൊന്നും കിട്ടില്ല. പിന്നെ ചിലർ ചെയ്യും, ചെറിയ ചെമ്മീൻ കിട്ടുമ്പോൾ ഒരു 3-4 ചെമ്മീൻ ഒരുമിച്ചെടുത്തിട്ട് ഒരു ബാറ്ററിൽ മുക്കിയിട്ട് ഒന്നാക്കി വറുക്കും. അപ്പോൾ കുറച്ച് നമുക്ക് ചെമ്മീൻ്റെ ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ ചെറിയ ചെമ്മീനെ കിട്ടുള്ളൂ, അത് കഴിക്കാൻ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഒരു ചെമ്മീനല്ലാതെ 2-3 ചെമ്മീൻ എടുത്തിട്ട് അത് കയ്യിൽ പിടിച്ച് ബാറ്ററിൽ മുക്കിയിട്ട് നമുക്ക് വറുത്തിട്ട് പോരാം. ഇത് കഴിഞ്ഞെങ്കിൽ ഒരു ഭാഗം പെട്ടെന്നാവും, അതുപോലെ പെട്ടെന്ന് നമുക്ക് തിരിച്ചിട്ടിട്ട് മറ്റേ ഭാഗമാവും.
ഇത് ഡാർക്ക് ബ്രൗൺ ഒന്നും ആവരുത്. ആ പുറം ഭാഗം ഒന്ന് നല്ല മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് കോഴിമാറ്റി എടുക്കാം. അത്ര സമയം ഇതിന് വേണ്ടു. അപ്പോൾ നമ്മൾ ചെമ്മീനൊക്കെ മസാല പറ്റിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം, ബാറ്റർ തയ്യാറാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാം. ആവശ്യമുള്ളപ്പോൾ നമുക്കതെടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് വറുത്തിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റായിട്ടുള്ള റെസിപ്പിയാണ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ചിക്കൻ നല്ല ടേസ്റ്റാട്ടോ. അതുപോലെ മീൻ നമുക്ക് ഫിംഗർ ചിപ്സ് പോലെ, അതായത് വിരലിൻ്റെ ഷേപ്പിൽ മുറിച്ചെടുത്തിട്ട് ഇതുപോലെ മാവിൽ മുക്കി വറുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതാ പെട്ടെന്ന് തന്നെ നമ്മുടെ ചെമ്മീൻ ബാറ്റർ ഫ്രൈഡ് പ്രോൺസ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാതും വറുത്ത് കോരാം. അതെല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല റെസിപ്പിയാണ് നമ്മുടെ ഈ ചെമ്മീൻ. ഇത് ഈസി റെസിപ്പിയാണ്. വളരെ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെമ്മീനിലൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും. പക്ഷെ എന്നാലും ഒരുപാട് ചേരുവകളൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ചെമ്മീൻ്റെ തലയും വാലൊന്നും ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കാം. പക്ഷെ അതിങ്ങനെ മൊരിഞ്ഞിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പക്ഷെ വലിയ ചെമ്മീൻ്റെയാണ് തലയൊക്കെ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അതല്ലെങ്കിൽ അത്ര ടേസ്റ്റ് ഇല്ല. പക്ഷെ വലിയ ചെമ്മീൻ്റെ തല കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ തൊണ്ടും കൂടി ഇങ്ങനെ മൊരിഞ്ഞ് വരുമ്പോൾ നല്ല രുചിയാണ് കഴിക്കാൻ. പക്ഷെ അത് ഇഷ്ടമില്ലാത്തവർക്ക് തലയും വാലും ഒഴിവാക്കിയിട്ട് ചെമ്മീൻ മാത്രം ഈ ബാറ്ററിൽ മുക്കി വറുത്ത് കഴിക്കാം. അപ്പം ചെമ്മീൻ ഇഷ്ടമുള്ളവർ, നോൺ വെജ് ഇഷ്ടമുള്ളവർ ഇത് ട്രൈ ചെയ്യാതിരിക്കരുത്. വളരെ വളരെ നല്ല റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം.